കഴിഞ്ഞ ദിവസം ആയിരുന്നു കൈക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം ഒരു കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയത്. അത് വലിയ തോതിൽ ആരോഗ്യ കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നിരവധി വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ തുടർച്ച ഇന്നും ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനു മുമ്പ് അന്തർദേശീയ തലത്തിൽ ലോക വാർത്തകൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഇപ്പോഴും ഗസയിൽ ആക്രമണം തുടരുകയാണ്. അവിടെ ഭക്ഷണത്തിനും മരുന്നിനും ഒന്നും ശേഷിയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ആണ് വിവിധ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നത്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ. കണക്കുകൾ അനുസരിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലും 6 ലക്ഷത്തോളം പലസ്തീൻകാർ ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഗാസയ്ക്ക് ആശ്വാസമായി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മരുന്നും ഭക്ഷണവുമായി എത്തിയത്. ഈ മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വിതരണം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ ടാങ്കിൽ അബദ്ധത്തിൽ വെടിയേറ്റ് ഇസ്രായേലിൻ്റെ തന്നെ 5 സൈനികർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൃഷ്ണേന്ദു നായർ നൽകും. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ മെയ് 11 മുതൽ യുഎന്നിന്റെ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് സുരക്ഷ മുൻനിർത്തി യുഎൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷണ വിതരണം നിർത്തുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖാൻ യൂനിസ്, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ പരിമിത തോതിൽ ഭക്ഷണം എത്തിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം അടച്ചത് കാരണം ഭക്ഷണത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് US സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്. ഗസയിലേക്ക് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുകയായിരുന്നു. US നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഈ വിതരണം നടക്കുന്നത്. ഭക്ഷ്യ വിതരണത്തിനൊപ്പം മറ്റു സഹായങ്ങളും ഇതുവഴി നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ $32 കോടി ചെലവിട്ടാണ് ഈ താൽക്കാലിക തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും 33,000 പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് എത്തിച്ചതെന്ന് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. US എയ്ഡുമായി ചേർന്ന് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഗസയിൽ എത്തിച്ചിരിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള 11,000 പേർക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളാണ് എത്തിച്ചിരിക്കുന്നത്. 33,000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് എക്സിലൂടെയാണ് ജോ ബൈഡൻ അറിയിച്ചത്. ഇസ്രായേലുമായി ചേർന്ന് കരമാർഗം ബാക്കി സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ജോ ബൈഡൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഗസയിൽ ബുധനാഴ്ച രാത്രി മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അബദ്ധത്തിൽ പരസ്പരം വെടിയുതിർത്ത് ഇസ്രായേൽ സൈനികർ മരിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. വടക്കൻ ഗസയിലെ ജബലിയിലാണ് സംഭവം നടന്നത്. ഇസ്രായേൽ സേന അബദ്ധത്തിൽ സ്വന്തം സൈനികരെയാണ് വധിച്ചിരിക്കുന്നത്. ഈ വെടിവയ്പിൽ മറ്റ് 7 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗസയിൽ ഇത്തരത്തിൽ മരുന്നും ഭക്ഷണവുമൊക്കെ എത്തിക്കുമ്പോൾ അവിടുത്തെ യുദ്ധക്കെടുതി നേരിടുന്നവർക്ക് വലിയ ആശ്വാസമാണ്. പക്ഷേ കേരളത്തിൽ